ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഒരു വെണ്ടക്കച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്കച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വലിയ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഒന്ന് ഈ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്കച്ചാറാണിത്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. ഇനി ചെറുതായിട്ട് ഈ വെണ്ടക്ക നല്ലോണം കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അധികം കനത്തിൽ കട്ട് ചെയ്തെടുക്കരുത്, എങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഈ വെണ്ടക്ക നല്ലോണം ഇതിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളെല്ലാം വെണ്ടക്കയിലോട്ട് പിടിക്കും വിധം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളവും ചേർത്ത് കൊടുത്ത് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ വെണ്ടക്ക വെന്ത് കിട്ടണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടക്ക വെന്ത് ഈ പുളിവെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കനം കുറച്ച് അരിയുന്നത് കാരണം വെണ്ടക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഒരിത്തിരി ഗ്രേവി പോലെ ഉണ്ടായിരിക്കണം. പുളിവെള്ളം മുഴുവൻ വറ്റുന്നത് വരെ ഇത് ഇത്രയും തിക്കായാൽ മതി. ഇനി അധികം വേവിക്കേണ്ട. ഇപ്പോൾ വെണ്ടക്ക നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരാം.